ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അപ്പം ഇത് SBA ക്ലർക്ക് മെയിൻസിൻ്റെ സിലബസ് ആണ്. IBPS ക്ലർക്കിനും വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ രണ്ടിനും കൂടിയിട്ടൊരു സിലബസ് രീതിയിൽ തന്നെ നോക്കി പോയാൽ മതി. അപ്പം മെയിൻസിൻ്റെ റീസണിങ് എബിലിറ്റിയുടെ സിലബസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം റീസണിങ്ങിൽ ഉണ്ടാവുന്നത് പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻ സെൻസ്, ബ്ലഡ് റിലേഷൻ, സിലോജിസം, ഓർഡർ ആൻഡ് റാങ്കിങ്, മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ഇനീക്വാളിറ്റീസ്, ആൽഫ ന്യൂമറിക് സിമ്പിൾ സീരീസ്, ഡാറ്റ സഫിഷ്യൻസി, ലോജിക്കൽ റീസണിങ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസെപ്ഷൻ, പാസേജ് ഇൻഫറൻസ്, കൺക്ലൂഷൻ, ആർഗ്യുമെന്റ്, റിസൾട്ടന്റ് സീരീസ്. ഇതൊക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ പ്രിലിംസിന് പറയുന്ന പോലെ തന്നെ റീസണിങ്ങിന് നമുക്ക് രണ്ട് സെക്ഷൻ ആക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പസിൽസിന്റെ സെക്ഷൻ ആണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മിസലേനിയസ് ടോപ്പിക്സ് ആണ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പസിൽസിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പസിൽസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പസിൽസ് ആവാം. നമ്മൾ പ്രിലിംസിന് കണ്ട പോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, ട്രയാങ്കുലർ അറേഞ്ച്മെന്റ് ഉണ്ട്, ഡിഫറെന്റ് ഷേപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. അതേപോലെ ഫ്ലോർ ബേസ്ഡ് പസിൽസ് ഉണ്ട്, മന്ത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പസിൽസുകൾ ഉണ്ടാവും, പിന്നെ ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പസിൽസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏജ് റിലേറ്റഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെന്റ് പസിൽസുകൾ നിങ്ങൾ പ്രിലിംസിലും POന്റെ പ്രിലിംസിലും കണ്ടിട്ടുണ്ടാവും. അതേ പസിലുകൾ തന്നെയാണ് മെയിൻസിനും ഉണ്ടാവുക. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും പസിൽസ് ഒക്കെ മിക്സ് ആയിട്ടായിരിക്കും തരാം. അതായത് ഇപ്പം ഡയറക്റ്റ് പസിലുകളായിരിക്കില്ല. ഇപ്പൊ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക ഒരു ട്രയാങ്കിൾ പസിൽ തന്നിട്ട് ഒരു ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കൂടെ ഒരു സ്ക്വയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി വരും. അപ്പോൾ ഇവിടെ ഒരു കുറച്ചാളെ തന്നിട്ട് അതേപോലെ ഇവിടെയും കുറച്ചു പേരെ തന്നിട്ട് ഇങ്ങനെയുള്ള മിക്സ്ഡ് ആയിട്ടുള്ള പസിലുകളായിരിക്കും മെയിൻസിന് ചോദിക്കാം. അതായത് കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്യേണ്ട പസിലുകളായിരിക്കും മെയിൻസിന്റെ ചോദിക്കാം. അപ്പൊ നമ്മൾ കണ്ടീഷൻസ് കൂടുതൽ ഉണ്ടാവും, ലെങ്ത് ആയിരിക്കും, ഭയങ്കര ലെങ്തി പസിൽസ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയുള്ള ലെങ്തി പസിൽസുകൾ എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഒരുപാട് കണ്ടീഷൻസ് വരുമ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റണം. അങ്ങനെയുള്ള കോഡ് വെച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരിക്കലും എഴുതരുത്. അത് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് കുഴപ്പം ഉണ്ട് അങ്ങനെയുള്ള ഇതല്ല. നമ്മൾ ഏറ്റവും ചെറുതാക്കിയിട്ട് നമ്മുടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഷോർട്ട് കട്ട് മറ്റേയാൾക്ക് മനസ്സിലാവണം എന്നുള്ളത് നിർബന്ധമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എക്സാമിന്റെ സമയത്ത് പെട്ടെന്ന് ഏറ്റവും ചെറിയ സമയത്തിൽ നമുക്ക് പസിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പൊ നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ അത്രയും എളുപ്പത്തിൽ ആ കണ്ടീഷനുകളൊക്കെ പെട്ടെന്ന് എഴുതി എന്താ പറയാ അതിനെ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ കോഡ് എഴുതാൻ വേണ്ടി പഠിക്കണം. അങ്ങനെ ആ കണ്ടീഷൻസിനെ അങ്ങനെ അത്രയും ഷോർട്ട് ആക്കി എഴുതാൻ വേണ്ടി പഠിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ കുഞ്ഞു കുഞ്ഞു പസിൽസിൽ ഇപ്പൊ നിങ്ങൾ പ്രിലിംസ് കുഞ്ഞു കുഞ്ഞു പസിൽസ് വെച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു ലെങ്തി പസിൽ കാണുമ്പോൾ അവിടെ സ്റ്റെക്കായി പോവരുത്. ആ ഒരു സമയത്ത് സ്റ്റെക്കായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ലെങ്തി പസിൽസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പസിൽസ് നമ്മൾ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പസിൽസുകളായിരിക്കും ചോദിക്കുക കൂടുതലും. പിന്നെ ഉണ്ടാവാം മിസ്ലേനിയസ്, ബാക്കിയെല്ലാം മിസ്ലേനിയസിൽ പെട്ടു. ഇത് പോട്ടെ, പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻ സെൻസ് ഉണ്ടാവാം, ബ്ലഡ് റിലേഷനിൽ തന്നെ പസിലായിട്ട് ചോദിക്കാം. അതായത് ബ്ലഡ് റിലേഷൻ തന്നിട്ടുണ്ടാവും, അതോടൊപ്പം പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചോദിക്കാം. ഇപ്പൊ ഒരു 6 പേരോ അല്ലെങ്കിൽ 4-8 പേരാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവര് തമ്മിലുള്ള ബ്ലഡ് റിലേഷനും ഉണ്ടാവും. നമ്മള് പ്രിലിംസിൽ കണ്ട പസിൽസ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനിൽ സാധാ ഒരു 8 പേര് ഇരിക്കുന്നു, ഫേസ് ടു ഫേസ് ചെയ്ത് ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രിലിംസിന് ചോദിക്കാം. പക്ഷെ മെയിൻസിലേക്ക് എത്തുമ്പം ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, ഇവര് തമ്മിലൊരു ബ്ലഡ് റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ചോദിക്കുന്നത് എന്റെ ഹസ്ബൻഡ് ബിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ചോദിക്കാം. അപ്പൊ ആദ്യം ആ ബ്ലഡ് റിലേഷൻ ഡീകോഡ് ചെയ്തിട്ട് പസിൽ ഡീകോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അല്ലാണ്ട് ബ്ലഡ് റിലേഷൻ മാത്രമായിട്ടും ചോദിക്കാം. പിന്നെ സിലോജിസം എന്ന് പറയുന്നത് കോഡഡ് സിലോജിസം ചോദിക്കാം. ഇവിടെ എല്ലാം കോഡഡ് ആണ്. കോഡഡ് സിലോജിസം എന്ന് പറയുന്നത് ഇപ്പൊ ഡോളർ എന്ന് പറയുന്നത് ലെസ് ദാൻ ആയിരിക്കാം, അറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആയിരിക്കാം,
ആൻഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആയിരിക്കാം. പിന്നെ ഹാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കാം. ഇങ്ങനെ ഇത് ആദ്യം തന്നിട്ടുണ്ടാവും. ഇങ്ങനെയല്ല തരാം. $A B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് A ഈസ് ലെസ് ദാൻ B. അതും ഡയറക്റ്റ് തരില്ല. A ഈസ് എന്താ പറയാ നെയ്തർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B എന്ന് തരും. അപ്പൊ നെയ്തർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തേ ചെയ്യാനുള്ളൂ ലെസ് ദാൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം അതിനെ ഡീകോഡ് ചെയ്തെടുത്ത് അപ്പൊ ആദ്യം നമ്മൾ ഈ സിമ്പലും അതിന്റെ കറസ്പോണ്ടിങ് ഇനീക്വാളിറ്റി ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അവർ തന്നിരിക്കുന്ന ഇനീക്വാളിറ്റീനെ ഡീകോഡ് ചെയ്തെടുത്തിട്ട് ഓപ്ഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയാണ് ചോദിക്കുക. നേരെ മൂക്ക് പിടിക്കുന്നതിന് പകരം തിരിഞ്ഞ് വളഞ്ഞു വന്ന് മൂക്ക് പിടിക്കുക. ആ ഒരു രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അല്ലാണ്ട് ഡയറക്റ്റ് ചോദിക്കില്ല. അതാണ് സിലോജിസം. പക്ഷെ സിലോജിസം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് ഡീകോഡ് ചെയ്തെടുക്കാൻ നമുക്ക് അറിയുന്ന അത്രയും എളുപ്പമുള്ള കാര്യമാണ് ഡീകോഡ് ചെയ്തെടുക്കല്. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് സിലോജിസം. അത് പ്രിലിംസിലായാലും മെയിൻസിലായാലും സിലോജിസം ഏറ്റവും എളുപ്പമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സിലോജിസം ചോദിക്കാം. ഓർഡർ റാങ്കിങ്ങും ചോദിക്കാം. അത് ചിലപ്പം സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം തന്നിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നു മെയിൻസ് ഏതെങ്കിലും ഒരു സെക്ഷണൽ മോക്കെങ്കിലും ചെയ്തവർ റീസണിംഗ് അബിലിറ്റിന്റെ സെക്ഷണൽ മോക്ക് ചെയ്തവർ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇത് ഒരിക്കലും ചെയ്യാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സെക്ഷണൽ മോക്ക് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവാ ഒരു 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 ഇത് തന്നിട്ടുണ്ടാവും. അതിൽ ഇന്നാള് കണ്ടുപിടിക്കുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സാധാരണ ഓർഡർ ആൻഡ് റാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം തന്നിട്ടുണ്ടാവും. ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 എലോൺ സഫീഷ്യന്റ് ആണോ ആൻസർ? അത് ഡാറ്റ സഫീഷ്യൻസിയിലും വരുന്ന ചോദ്യമാണ്. അപ്പൊ അതും ഇതും കണക്ട് ആയിട്ടും ചോദിക്കാം. ഡാറ്റ സഫീഷ്യൻസിയും ഓർഡർ ആൻഡ് റാങ്കിങ് ഒക്കെ കണക്ട് ചെയ്ത് ഇത് എല്ലാം കണക്ട് ചെയ്ത് ചോദിക്കാം. പക്ഷെ ഓർഡർ ആൻഡ് റാങ്കിങ് ആയിട്ട് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമായിട്ട് ചോദിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അതും ഡാറ്റ സഫീഷ്യൻസിയും കമ്പൈൻ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ കോഡിംഗ് ഡീകോഡിങ്ങും ഇൻപുട്ട് ഔട്ട്പുട്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് കുറേ തരത്തിലുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കാണുമ്പം അതായത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 7 വരെയൊക്കെ മാക്സിമം തരാം. അതുവരെ തന്നിട്ട് നമ്മൾക്ക് വേറൊരു ഇൻപുട്ട് തന്നിട്ട് ആ ഇൻപുട്ടിനെ അതേ സ്റ്റെപ്പ് വെച്ച് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പക്ഷെ അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ എല്ലാ വെറൈറ്റീസും ചെയ്ത് പഠിച്ചവർക്ക് മാത്രമേ അല്ലെങ്കിൽ അറിയുന്നവർക്ക് മാത്രമേ അത് പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ ഒരുപാട് കോൺസെൻട്രേഷൻ വേണ്ട ഒരു കാര്യമാണ്. കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തെറ്റിപ്പോയാൽ തെറ്റി. പിന്നെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും തെറ്റിയത് എവിടെയാണെന്ന്. അപ്പൊ ഒറ്റൊരിക്കൽ ചെയ്യുമ്പോൾ തന്നെ അത്രയും സമയം വേണം. അതിൻ്റെ ഇടയ്ക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ടി സമയമായിരിക്കും പോവുക. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ ശരിയാക്കണം. അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് വരാം. പിന്നെ ഇനീക്വാളിറ്റീസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഇതുപോലെ കോഡഡ് ഇനീക്വാളിറ്റീസ് ആയിരിക്കും ചോദിക്കാം. കോഡഡ് ഇനീക്വാളിറ്റീസ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഓക്കെ, ഞാൻ ഇത് ഡയറക്ഷൻ സെൻസിന്റെ കാര്യത്തിലാണ് പറഞ്ഞത് അല്ലേ. കോഡൽ ഇത് ഇനീക്വാളിറ്റീസിൽ വരുന്നതാണ്. കോഡലിന്റെ ഡയറക്ഷൻ സെൻസും ഇതേപോലെ തന്നെയാണ്. ഡോളർ എന്ന് പറയുന്നത് വെസ്റ്റ് ആയിരിക്കാം, അറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആയിരിക്കാം, അങ്ങനെ തരും. പിന്നെ 3 അറ്റ് എന്നുണ്ടെങ്കിൽ 3 മീറ്റർ ടു ദ ഈസ്റ്റ് എന്നായിരിക്കും. അങ്ങനെയുള്ള കോഡഡ് ഡയറക്ഷൻ സെൻസ് ഞാൻ പറയുമ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ, സോറി. അപ്പൊ അത് ഇനീക്വാളിറ്റീസ് ആൻഡ് ഡയറക്ഷൻ സെൻസിൽ വരും. പിന്നെ ആൽഫ ന്യൂമറിക് സിമ്പിൾ സീരീസ് ഇപ്പൊ പിഒന്റെ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. അതായത് സാധാ ഒരു വാക്ക് തന്നിട്ട് അതിനെ കൺസോണന്റും വവൽസും ഒക്കെ പ്രീവിയസ് ലെറ്ററിലേക്കും നെക്സ്റ്റ് ലെറ്ററിലേക്കും മാറ്റിയിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാനൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ എല്ലാം ഒന്നാകെ ചോദിച്ചിട്ടുണ്ടാവും. നമുക്ക് പ്രിലിംസിന് ചിലപ്പം ആൽഫബറ്റിക്കൽ ഓർഡറിൽ മാറ്റിയിട്ട് തേർഡ് ഫ്രം ദ റൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിച്ചത്. പക്ഷെ ഇവിടെ എല്ലാം ചോദിച്ചിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കാനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഡാറ്റ സഫിഷ്യൻസി ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് 1ഉം ഒരു സ്റ്റേറ്റ്മെന്റ് 2ഉം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3ഉം ഉണ്ടാവാം. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ളത് കാണാം. അതേപോലെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 സഫിഷ്യന്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് 2ഉം അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 സഫിഷ്യന്റ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3ഉം ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവില്ല സ്റ്റേറ്റ്മെന്റ് 1 ഓർ സ്റ്റേറ്റ്മെന്റ് 2 ഓർ സ്റ്റേറ്റ്മെന്റ് 3 ആർ സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ലും സഫിഷ്യന്റ് ആയിരിക്കും, സ്റ്റേറ്റ്മെന്റ് 3 ചെയ്താലും സഫിഷ്യന്റ് ആയിരിക്കാം. അപ്പൊ ആ ഓപ്ഷൻ ആയിരിക്കും വരാം. പക്ഷെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1 ചെയ്ത് അത് സഫിഷ്യന്റ് ആവുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എലോൺ ഈ സഫിഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരിക്കൽ ചെയ്ത് കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല.
ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓരോ പസിൽസും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത് കാണിക്കാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഡാറ്റ സഫിഷ്യൻസിയിൽ വരാം. ആൻഡ് ലോജിക്കൽ റീസണിങ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ. സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷനും ഇതേപോലെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, രണ്ട് അസംഷൻസും തന്നിട്ടുണ്ടാവും. അതിൽ ഏത് അസംഷൻ ആണ് കറക്റ്റ് എന്നുള്ളത് ഓപ്ഷനിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാസേജ് ഇൻഫറൻസ് തന്നിട്ടുണ്ടാവും, ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. ഇൻഫറൻസ് 1ഉം ഇൻഫറൻസ് 2ഉം തന്നിട്ടുണ്ടാവും. ഏത് ഇൻഫറൻസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും. കൺക്ലൂഷൻ ആർഗ്യുമെന്റ് സെയിം, ഒരേ രീതി. ഇത് മൂന്നും ഒരേ സെറ്റിൽ വരുന്നതാണ്. റിസൾട്ടന്റ് സീരീസ്, റിസൾട്ടന്റ് സീരീസും ഇതേപോലെ എന്താണ് കോഡിംഗ് ഡീകോഡിംഗ് പോലെ ഉള്ളൊരു, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് റിസൾട്ടന്റ് സീരീസ്. ഒരു സീരീസ് തന്നിട്ട് അതിനെ പലതരത്തിലേക്ക് മാറ്റി അതും കിട്ടാൻ ഭയങ്കര പാടാണ്. അത് അത്രയും വെറൈറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ റിസൾട്ടന്റ് സീരീസ് എല്ലാം ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ടന്റ് സീരീസ് ഏതാണ്? റിസൾട്ടന്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഒരു സീരീസിനെ പല ഇതും ചെയ്തിട്ട് റിസൾട്ടന്റ് സീരീസ് എന്താണ്, അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം ഇത്രയാണ് റീസണിങ്ങിന്റെ സിലബസ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു സിലബസ് ആണ് എന്ന് പറയാം. കാരണം നമുക്ക് പ്രിലിംസിൽ ഉണ്ടായിരുന്ന അതേ സിലബസിന്റെ ഒരു ഹൈ ലെവലിലേക്ക് മാറാം, അല്ലാണ്ട് പുതിയതായിട്ടൊന്നും ഇതിനകത്തില്ല. അതേപോലെ പ്രിലിംസിൽ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും ചോദിക്കില്ല, പാസേജ് ഇൻഫറൻസും കൺക്ലൂഷൻ ആർഗ്യുമെന്റും അസംഷൻ സ്റ്റേറ്റ്മെന്റും ഒന്നും നമുക്ക് ചോദിക്കുന്നുണ്ടാവില്ല. പക്ഷെ മെയിൻസിന് അത് ചോദിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരു കോഡിങ് വരുന്നു മാത്രം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ നമ്മൾ പഠിച്ചതിന് തന്നെ എന്താ പറയാ മെർജ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടാവാം. പസിലും അങ്ങനെയാണ്. സീറ്റിങ്ങിന്റെ കൂടെ ബ്ലഡ് റിലേഷൻ വരാം, ഡയറക്ഷൻ സെൻസിന്റെ കൂടെ കോഡ് വരാം, ബ്ലഡ് റിലേഷന്റെ കൂടെ വേറെ എന്തെങ്കിലും വരാം. അങ്ങനെയുള്ള മിക്സ് ആയിട്ട് ചോദിക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വ്യത്യാസവുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ സമയം പറഞ്ഞ 45 മിനിറ്റ് ആണെന്ന് തോന്നുന്നു SBIന്റെ. SBI ക്ലർക്കിന് റീസണിങ് 45 മിനിറ്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പം 45 മിനിറ്റില് അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് പ്രിലിംസിൽ വെറും 20 മിനിറ്റ് അല്ലേ കിട്ടിയുള്ളൂ, അപ്പൊ ഇവിടെ നമുക്ക് ഇരട്ടി സമയം കിട്ടുന്നില്ലേ എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് സമയം പിന്നെയും തികയാണ്ട് തന്നെയാണ് വരാം. ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടായിരുന്നത്. ഇരട്ടി സമയം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പ്രിലിംസ് പോലെ നമുക്ക് സമയം കിട്ടാണ്ട് വരില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 2-3 മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നമുക്ക് സമയം പ്രശ്നമുണ്ട്. സമയം വിശാലമായിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്രയും ചെയ്യാനും ഉണ്ട്. അതാണ് അതിന്റെ ഒരു കാര്യം. നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാത്തിനും അത്രയും സമയം തന്നത് തന്നെ നമുക്ക്. അപ്പൊ നമ്മൾ റീസണിങ്ങിലെ ഒരു ഇതാന്ന് വെച്ചാൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾ പസിൽസിലെ ഭയങ്കര മാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് പസിൽസ് പെട്ടെന്ന് എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സിലോജിസത്തിലാണ് നിങ്ങൾക്ക് കഴിവെങ്കിൽ നിങ്ങൾ സിലോജിസം ആദ്യം ചൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ സിലബസ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം, എനിക്ക് ഏതൊക്കെ അറിയാം എന്നുള്ളത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഇന്ന സിലബസ് ആണ്, ഇത് ഇന്ന ടോപ്പിക് ആണ്, ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അപ്പൊ ഇതിൽ കളിക്കണ്ട, ഇത് മാർക്ക് ഫോർ റിവ്യൂ ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, സമയമുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഓരോ കൺസെപ്റ്റും അറിഞ്ഞിരിക്കണം. ഏതൊക്കെ സെക്ഷനാണ് ഉണ്ടാവുക, ഏതൊക്കെ കൺസെപ്റ്റുകളാണ് ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. അല്ലാണ്ട് 45 മിനിറ്റിലും 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് 10 മിനിറ്റ് കളയാനൊന്നും സമയമില്ല. ആ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവണം ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ പറ്റില്ലേ എന്നുള്ളത്. ആ ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ കണ്ട പരിചയം ഉണ്ടാവണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റീസണിങ് എബിലിറ്റി സിലബസ് ഫോർ മെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ബാക്കി 3 സിലബസ് കൂടി പറയാൻ കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകുന്നത് കൊണ്ട് ഈ വീഡിയോയിൽ നമുക്ക് റീസണിങ് മാത്രം വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ക്വാണ്ടിറ്റേറ്റീവും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ഈ 3 കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പൊ ഇത്രയാണ് റീസണിങ്ങിൽ വരുന്നത്. ഞാൻ ഓരോ പസിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. നിങ്ങൾക്ക് എത്രയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെക്ഷണൽ മോക്കുകളാണ്. ആദ്യം തന്നെ പോയിട്ട് ഫുൾ മോക്ക് അറ്റൻഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ചെയ്യുന്നവർക്ക് ചെയ്യാം, വല്ല കുഴപ്പമില്ല. വെറുതെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 2 മണിക്കൂറും 40 മിനിറ്റും ആണ് SBI ക്ലർക്ക് മെയിൻസിന്റെ ടൈം വരുന്നത്. അപ്പൊ അത്രയും സമയം നിങ്ങൾക്ക് ഉണ്ട്. അത്രയും സമയം ഇരിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അല്ലാത്തവർക്ക് ഒരു റീസണിങ് ഫസ്റ്റ് വെറുതെ ഒരു സ്റ്റാർട്ടിങ് പോലെ നോക്കണം എന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ എല്ലാം തലയിലെടുത്ത് വെക്കണ്ട, സ്റ്റാർട്ടിങ് പോലെ നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ റീസണിങ്ങിന്റെ സെക്ഷണൽ മോക്കുകൾ അറ്റൻഡ് ചെയ്യുക. അതിൽ പ്രീവിയസ് ഇയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ചെയ്താൽ അത്രയും നല്ലത്. കുറച്ചും കൂടി
എക്സാം ലെവലിൽ ചെയ്ത് നോക്കാം. മറ്റേത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലെവൽ കൂടിയതായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര ലെവൽ കുറഞ്ഞതായിരിക്കാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്ത് നോക്കാം. പക്ഷെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അതിന് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് ടെൻഷൻ ആവുക, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇതല്ല എന്ന് തോന്നും. ഇപ്പൊ ഞാൻ റീസണിങ്ങിന്റെ മോക്ക് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന മാർക്ക് പറയുന്നത് 30ന് മുകളിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, 40ക്ക് എബോവ് പോകുന്നില്ല, 30 to 40 എന്നുള്ള റേഞ്ചിലാണ് എനിക്ക് റീസണിങ്ങിന്റെ സെക്ഷണൽ മോക്കുകളിൽ എനിക്ക് സ്കോർ കിട്ടുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് റീസണിങ്ങിന്റെ മെയിൻസിന് നോക്കിയത്. അപ്പൊ ഞാൻ IBPS POന്റെ റീസണിങ് സെക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് 20ന് താഴെ സ്കോർ വരുന്നുണ്ടായിരുന്നുള്ളൂ. അത്ര സമയം കൊണ്ട് അതും 50 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര സമയം ചെയ്യുമ്പോൾ അത്രേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ SBI ക്ലർക്കിന്റെ മെയിൻസിന്റെ റീസണിങ് ഫസ്റ്റ് ടൈം ചെയ്തത്, സെക്ഷണൽ മോക്ക് ചെയ്തത്. പക്ഷെ അതിൽ തന്നെ അത്രയും ലെവൽ ഇല്ല. PO മെയിൻസിന്റെ അത്രയും ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല ക്ലർക്ക് മെയിൻസിന് ഉള്ളത്. കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഡീകോഡ് ചെയ്തെടുക്കാൻ സമയമുണ്ടെന്നേ ഉള്ളൂ പസിൽസിലൊക്കെ. പക്ഷെ കറക്റ്റ് ടേബിളൊക്കെ വരച്ച് നമുക്ക് മനസ്സിലാവുന്ന കോഡിൽ കേസ് 1 കേസ് 2 ഒക്കെ കറക്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പസിൽസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഇതുവരെ വായിക്കാത്ത കാര്യങ്ങളാണ് ലോജിക്കൽ റീസണിങ്ങും സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംപ്ഷൻ, പാസേജ് ഇൻഫറൻസ്, കൺക്ലൂഷൻ ആർഗ്യുമെന്റ്, ഡാറ്റ സഫിഷ്യൻസി ഒന്നും ഞാൻ ഇതുവരെ പ്രിലിംസിന് അത് വേണ്ടല്ലോ, അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ അതിൽ മാത്രമാണ് എനിക്ക് ഐഡിയ കിട്ടാത്തുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ടും കിട്ടുന്നതുണ്ട്, ചിലത് കിട്ടുന്നുണ്ട്, ചിലത് കിട്ടാറില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം സ്കോർ ചെയ്യാൻ പറ്റായികയൊന്നുമില്ല. റീസണിങ് എനിക്ക് തോന്നുന്നു ഇത് കൂട്ടത്തിൽ റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. അതിന് മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട്, SBIന്റെ കാര്യമാണ് പറയുന്നത്, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സ്കോർ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് ഞാനൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് കയറി നോക്കാം. ഞാൻ അതിന് ഡെയിലി എഡിറ്റോറിയൽസും സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ഞാൻ ഡെയിലി എഡിറ്റോറിയൽസ് പേജസും പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ PDFs ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഡെയിലി വേണ്ടി വരില്ല, ഒരു ജൂലൈ മുതലോ അങ്ങനെ മന്ത്ലി ബേസ്ഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ അതിൽ ഷെയർ ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും അതിൽ ഷെയർ ചെയ്യാം. അപ്പം അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കുക. എഡിറ്റോറിയൽ എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത സെക്ഷന്റെ സിലബസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.